ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കിച്ചണിലെ ഐറ്റംസുകളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കിച്ചണിലെ ഐറ്റംസിൽ മക്കളെ സ്നാക്സ് കഴിഞ്ഞാലാണ് കേട്ടോ ഭയങ്കര ടെൻഷൻ. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു അർജൻറ്റ് കേട്ടോ. അപ്പോൾ അത് കൊടുന്നപ്പോഴേക്കും അവരെടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടതൊക്കെ എപ്പോഴേ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ വീട്ടിലില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട് കേട്ടോ. കാരണം ഇത് ഒരുപാട് തിന്നാൻ അത്ര നല്ലതില്ലെങ്കിലും ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ ഇതില്ലാതെ പറ്റില്ല. റിയമോൾ LKG UKG ഒക്കെ ആയിരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് തന്നെ ചായയും ബിസ്ക്കറ്റ് പലഹാരങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ 1ാം ക്ലാസ്സിലായപ്പോൾ പിന്നെ അതില്ല കേട്ടോ, നമ്മൾ കൊടുത്തയക്കന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ കൂടുതലും ഇതുപോലത്തെ ഐറ്റംസുകൾ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ബിസ്ക്കറ്റ്, ബ്രെഡ്, അങ്ങനെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. മറ്റുള്ള നമ്മൾ കിച്ചണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് അങ്ങോട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ കുറേശ്ശെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ ഐറ്റംസുകൾ എത്ര വാങ്ങിച്ചാലും നമുക്കിവിടെ തികയാത്തൊരവസ്ഥ തന്നെ കേട്ടോ. സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല മാത്രമല്ല, അവർ വീട്ടിലിരുന്നിട്ട് TV കാണുമ്പോഴും ഫോണിൽ കാണുമ്പോഴും ഒക്കെ ഇത് കഴിക്കുകയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഇത് കാലിയാവുന്നത് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഓവറായിട്ട് കൊടുക്കില്ലെങ്കിലും കുറച്ചൊക്കെ കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ വലുതായിട്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിലല്ലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. എന്നാലും ഓവറായിട്ട് കഴിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യലും ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ബദാം ഡ്രിങ്കിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ബദാം, പിസ്ത അതിൻ്റെയൊക്കെ മിക്സ് ഇങ്ങനെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. നമുക്ക് പാലൊക്കെ കാച്ചിയിട്ട് അതിൽ കലക്കിയാണ്ട് കുടിക്കാൻ നമ്മളെ എന്താ പറയുക, ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. നല്ലൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പാക്കുകൾ ഞാൻ കാണുമ്പോൾ വാങ്ങി വെക്കലുണ്ട്. പിന്നെ പോപ്കോൺ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇവർക്ക് കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഷോപ്പിങ്ങിൽ കൂടുതലായിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഇത്രയധികം ബേക്കറി മക്കളെ കൊണ്ട് എന്തിനാ കഴിപ്പിക്കണേന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഞാനിത് ഒരു മാസത്തേക്ക് ഒന്നാകെ ഉള്ളത് വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലാതെ കുറച്ച് ദിവസത്തിന് വേണ്ടി മാത്രമല്ല. ഞാനെപ്പോഴും ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു മാസത്തേക്കുള്ള പർച്ചേസിങ് അങ്ങനെ ചെയ്യലാണ് കേട്ടോ. എപ്പോഴും നമുക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ കൊടുന്നാൽ നമുക്കത് എടുത്തേക്കാൻ അതിലേറെ ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ. കാരണം കുറച്ച് സമയമൊന്നും പോരാട്ടോ എനിക്ക്. അതൊക്കെ അങ്ങോട്ട് ഒരേ രീതിയിലൊക്കെ അടുക്കി പെറുക്കി അതിൻ്റേതായ ചിട്ടയിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഒരു മാസത്തേക്ക് ഒന്നിച്ചങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഐറ്റംസുകൾ തോന്നുന്നത് കേട്ടോ, കുട്ടികളെ സ്നാക്സൊക്കെ. അപ്പോൾ പിന്നെ എന്താ പറയുക, എന്നും ഞാനങ്ങനെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് ബേക്കറി അല്ല, ഇടയ്ക്ക് നമ്മൾ പാൻ കേക്ക്, അങ്ങനെ കാടമുട്ട, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളും കൊടുത്തയക്കലുണ്ട് കേട്ടോ. പിന്നെ ഈ ബേക്കറി ഉണ്ടല്ലോ കുട്ടികളെ തെറ്റിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. വീട്ടിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാനോ ഒന്നുമില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അറിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേങ്കിൽ അറിയാതെ വരുമ്പോൾ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, വിഷമം തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ബേക്കറി ഐറ്റംസുകൾ വാങ്ങിച്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റിൽ കുറേയൊക്കെ നമ്മൾ അറിയാതെ മക്കൾ ട്രോളിയിൽ എടുത്തിടുന്നത് അങ്ങനെയും പെടുന്നതാണ് കേട്ടോ. ചിലതൊക്കെ ബില്ലടിക്കുന്ന സമയത്ത് നമ്മൾ കാണുള്ളൂല്ലോ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതല്ലേ, കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അധികം ആയതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ സോപ്പ്, ഞാനെപ്പോഴും ചന്ദ്രികേൻ്റെ മെഡിമിക്സിൻ്റെ ഒക്കെ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ പേഴ്സ്, ഇങ്ങനെയുള്ള സോപ്പ് തന്നെയാണ് കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ എടുക്കലിട്ടാ. മറ്റുള്ള സോപ്പുകൾ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കലില്ല. ഇതുപോലെ ആയുർവേദിക് സോപ്പുകൾ, ഗ്ലിസറിൻ സോപ്പുകൾ അത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. മറ്റേ സോപ്പിനേക്കാളും കുറച്ച് വില കൂടുതലാണെങ്കിലും നല്ലതാണല്ലോ. അപ്പോൾ മക്കൾ ഈ ബേക്കറി ഇങ്ങനെ കഴിക്കുന്നത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യലെന്ന് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല, ഇത്രയും അധികം കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യും, കുട്ടികൾ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അത് അവർ തടയാൻ കഴിയുമെന്നൊക്കെ അല്ലേ. എനിക്കും ആദ്യമൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐറ്റംസുകൾ അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് അവർക്ക് കിട്ടാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് വെക്കും. ഒരുവിധ സ്ഥലത്തൊക്കെ അവർ തപ്പിപ്പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മൾ ഇട്ട് വെക്കണ പാത്രം ഒന്ന് അങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊന്നും അവരെ കൈമിൽ പെടില്ല. അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് ബേക്കറി തിന്നാൻ ഇഷ്ടമുള്ള കുട്ടികളും അല്ല. റിയമോളെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സാണ് കേട്ടോ.
ബേക്കറി ഫ്രൂട്ട്സും 2 പ്ലേറ്റിലാക്കി അവളെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഫ്രൂട്ട്സേ കഴിക്കുള്ളൂ കേട്ടോ. ബേക്കറി ഈ എന്താ പറയുക എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ അതിനോടൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല. പക്ഷേങ്കിൽ ഫ്രൂട്ട്സ് അവൾ എത്രയും കഴിച്ചോളും. പിന്നെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സമയത്താണ് ഞാൻ ഈ ബേക്കറി ഐറ്റംസുകൾ കൊടുത്തേക്കുക. കാരണം ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അപ്പോൾ അത് അവൾ കഴിക്കൂല, അതേപോലെ റിട്ടേൺ കണ്ടന്നെ കൊണ്ടുവരലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആപ്പിൾ മാത്രമൊക്കെ വീട്ടിലുള്ള സമയത്താണ് ഞാൻ കൂടുതലും ബേക്കറി ഐറ്റംസുകൾ കൊടുത്തേക്കേട്ടോ. അതേപോലെ നമ്മളെ വീട്ടിൽ എത്ര വാങ്ങിച്ചാലും തികയാത്തൊരു സംഭവമാണ് കോഴിമുട്ട എന്ന് പറയുന്നത് കേട്ടോ. എത്ര വാങ്ങിയാലും അത് പെട്ടെന്ന് അങ്ങോട്ട് കാലിയാവുന്നുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ എടുത്തിട്ടും എങ്ങനെയൊക്കെയെന്ന് അറിയില്ല, ഒരു നല്ല ചിലവാട്ടാണ് നമുക്കിവിടെ കോഴിമുട്ടൊക്കെ. കുട്ടികളുള്ള വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ കുറച്ചധികം തന്നെ കോഴിമുട്ടൊക്കെ വാങ്ങി വെക്കലുണ്ട് കേട്ടോ. ഈ 5 10 അങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ എന്തോ അത് നമുക്കങ്ങോട്ട് ഒരു ശരിയാവാത്ത പോലെ തോന്നലുണ്ട്. ഇങ്ങനെ കുറച്ചധികം വാങ്ങിച്ചാൽ പിന്നെ കുറച്ച് ദിവസം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ. ഈ ബ്രെഡ്, മുട്ട, പഴം ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ കാര്യമായാലും ഈവനിങ് സ്നാക്കിൻ്റെ കാര്യത്തിലും ടെൻഷനേ ഇല്ലല്ലോ. അത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു സമാധാനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കുറച്ചധികം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും വാങ്ങിച്ചിട്ടാണ് വരിക കേട്ടോ. ഈ സ്റ്റേഷനറി ഐറ്റംസുകൾ മാത്രമല്ല, നമ്മൾ ഫ്രൂട്ട്സ്, പച്ചക്കറി, മീൻ അങ്ങനെയുള്ള എല്ലാതും വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വരിക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്, ക്യാരറ്റ്, അതുപോലെ വഴുതനങ്ങ, അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ മാത്രം തന്നെ വാങ്ങിക്കൊള്ളൂ. തക്കാളി അതൊക്കെ ഇട്ടാൽ അപ്പോൾ അതൊക്കെ അതിൻ്റേതായ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കണ്ട് മാറ്റി വെച്ചാൽ ആ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ കുട്ടികളെ സ്നാക്സ് ഒതുക്കണം. അപ്പോൾ ഇതാ ഞാനിതാ ഈ ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് മോനോന് മദ്രസന്ന് നബിദിനത്തിന് കിട്ടിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഭയങ്കര രസം തോന്നിയിട്ടാണ് അത്, കളറും അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് പാക്ക് വെച്ചിട്ട് അവരെ കാണാതെ വെക്കണം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ മക്കളെടുത്തുനിന്ന് കൂടുതൽ ഫുഡ് ഐറ്റംസുകൾ മാറ്റി വെക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറ് തോന്നും കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ മാറ്റി വെക്കലും ഇല്ല. എന്നാലും കുറച്ച് ദിവസം ഒരു കൺട്രോൾ ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ തീരുമ്പോഴേക്കും അവർക്ക് തന്നെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പൊടികളും കടലപ്പരിപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ച കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, ഇതൊന്നും കാലിയായിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ കഴിയാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം അത് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടാണ് പിന്നെ റീഫിൽ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ 1-2 പാത്രം കാലിയായപ്പോൾ അതിലേക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വേറൊരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒഴിയണതിനനുസരിച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഫിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. കുറേ സമയം എടുത്തിട്ട് തന്നെയാണ് അതൊക്കെ തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഉച്ചയായി തുടങ്ങി. മക്കൾ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിത് ഈ പരിപാടിക്കൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീനിൻ്റെ ആവശ്യം ഇപ്പോൾ എന്തായാലും ഇല്ല. കുട്ടികളെ സ്കൂളിലാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവില്ലുള്ളൂ. അപ്പോൾ എനിക്കെന്തോ ഉച്ചക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കാൻ അത്ര താല്പര്യമില്ല. കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുക അങ്ങനെ വിചാരിക്കലുള്ളൂ കേട്ടോ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാൻ ആളും കൂടി വേണമല്ലോ അല്ലേ. അതൊക്കെ ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാൻ കൂടെ ആളുണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ചിട്ട് അങ്ങനെയാണ് ഒപ്പിക്കലാണ്. പിന്നെ വൈകുന്നേരത്തിനാണ് മക്കൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ അതാ മാന്തള മീൻ തലേദിവസത്തേതാണ്, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കുക. പിന്നെ കൂന്തൽ, ഇത് മക്കൾ കഴിക്കൂല കേട്ടോ. കൂന്തൽ, ചെമ്മീൻ ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഇവിടെ കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല. എല്ലാ കുട്ടികൾക്കും ഇതായാൽ മതിയല്ലോ അല്ലേ. ഇവർക്ക് രണ്ടാൾക്കും ഇത് പറ്റൂല. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. മീൻ കൊണ്ടുവരുന്ന ആൾ എപ്പോഴും പറയും കൂന്തൽ ചെമ്മീനൊക്കെ ആകുമ്പോൾ കുട്ടികൾ അത് വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയാണ്. ഇവിടുത്തെ കുട്ടികൾ മാത്രമാണല്ലോ ഇങ്ങനെ ഇതൊക്കെ പറയും കേട്ടോ അവർ. കാരണം രണ്ടാൾക്കും ചെമ്മീൻ, കൂന്തൽ അതിനോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ വല്ലപ്പോഴും ഞാൻ അങ്ങനത്തെ ഐറ്റംസുകൾ വാങ്ങിക്കും ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മത്തിയൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. വൈകുന്നേരം നാളെയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അവർ വന്നിട്ട് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് പണി കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യണം. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മീനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു മുഷിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ മുന്നേ കൂട്ടി ചെയ്ത് വെച്ചാൽ ഇനിയിപ്പോൾ കുക്ക് ചെയ്യൽ ഈസിയാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിത് ഇതെല്ലതും ഓരോരോ ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനും വേണ്ടി മാത്രമുള്ളത് ഇപ്പോൾ എടുത്ത് വെക്കണുള്ളൂ കേട്ടോ. കൂന്തൽ എനിക്ക് റോസ്റ്റിനോട് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. ഇതിങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. കൂന്തൽ റോസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടത്. എനിക്കെന്തോ അതിനേക്കാളും ഇഷ്ടം വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിക്കുന്നതാണ്.
ഇത് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങോട്ട് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് മസാല പുരട്ടി വെച്ചിട്ടുള്ള കൂന്തൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്തിനാ അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വേവിക്കണമെന്നാവൂലേ. അപ്പുറത്തേക്ക് ഒന്ന് തെറിച്ചിട്ട് സ്റ്റൗ വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുള്ള മീനൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല തേച്ചതായതുകൊണ്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണ്, വൈകുന്നേരം എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതാ നമ്മളെ കൂന്തലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വേവിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. കാരണം സ്റ്റൗവിൻ്റെ ചുറ്റുഭാഗം അങ്ങോട്ട് വൃത്തികേടാവില്ല. പിന്നെ ഇടയ്ക്ക് കൂന്തലിനൊരു പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ അതിൽ നിന്നൊക്കെ ഒന്ന് സേഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്ലോസ് ചെയ്ത് വെച്ച് വേവിച്ചത് കേട്ടോ. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഒരു 3/4 ഭാഗം വേവാവുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ കറിവേപ്പില അതില്ലാതെ എന്ത് കൂന്തൽ ഫ്രൈ അല്ലേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വേവിച്ചെടുത്താൽ നമ്മൾ ഈ ഒരു ഫ്രൈ റെഡിയാണ് കേട്ടോ. അപ്പോൾ സവാള ഒന്നും കൂടി പോവരുത് കേട്ടോ. ചെറിയ പീസ് മാത്രം എടുത്തിട്ട് നല്ല സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കൂന്തൽ റോസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് തോന്നലുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. പിന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. കൂന്തൽ റോസ്റ്റ് ആകുമ്പോൾ ആദ്യം നമുക്ക് സവാള വഴറ്റി തക്കാളി വഴറ്റി അങ്ങനെ കുറേ സമയം പോകും. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഞാനെപ്പോഴും കൂന്തലും ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാക്കിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യൽ. പിന്നെ നമ്മളെ മാന്തൽ ഉണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് മുളക് കറി വെച്ചിട്ടുണ്ട്. ഈ മാന്തൽ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല, പക്ഷേങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോറിൻ്റെ കൂടെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാന്തൽ മീൻ അത്ര ഒരു ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.